അടുത്ത ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് അനോവ എന്ന് പറയുന്നത്, അനാലിസിസ് ഓഫ് വാരിയൻസ്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുള്ള 2 ടെസ്റ്റുകളാണ്, നോർമൽ ടെസ്റ്റും ടി ടെസ്റ്റും. അപ്പോൾ നോർമൽ ടെസ്റ്റും ടി ടെസ്റ്റും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? 2 മീൻസ് ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ്. μ1 = μ2 ആയിരുന്നു അവിടുത്തെ നൾ ഹൈപ്പോതെസിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോർ ദാൻ 2 മീൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ നോർമൽ ടെസ്റ്റോ ടി ടെസ്റ്റോ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മോർ ദാൻ 2 മീൻസ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനോവ ടെസ്റ്റ് എന്ന് പറയുന്നത്. അനോവ ടെസ്റ്റ് അഥവാ അനാലിസിസ് ഓഫ് വാരിയൻസ് ടെസ്റ്റ്. ഓക്കെ, അനാലിസിസ് ഓഫ് വാരിയൻസ് ടെസ്റ്റ് ക്ലിയർ? അനോവ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായ? അതായത് നമ്മുടെ മീൻസ് ചെക്ക് ചെയ്യാനുള്ള, അതായത് മോർ ദാൻ 2 മീൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഇക്വാലിറ്റി ഓഫ് മോർ ദാൻ 2 മീൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനാലിസിസ് ഓഫ് വാരിയൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വാരിയൻസ് എന്നുള്ള പേര് കണ്ടിട്ട് വാരിയൻസിൻ്റെ ടെസ്റ്റാണെന്ന് വിചാരിക്കേണ്ട, മീനിൻ്റെ ടെസ്റ്റാണ്. പക്ഷേ ഈ പേര് വന്നത് വഴിയെ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അനാലിസിസ് ഓഫ് വാരിയൻസ് എന്നുള്ളത് വന്നിട്ട്. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് എടുക്കുന്ന സമയത്ത് ക്ലിയർ ആവും. അപ്പോൾ അനാലിസിസ് ഓഫ് വാരിയൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 മീൻസിൻ്റെ ടെസ്റ്റാണ്. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് R.A. ഫിഷറാണ്. പ്രൊഫസർ R.A. ഫിഷറാണ് അനോവ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അനോവയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ANOVA is a technique of separating the assignable cause of variation from the chance cause of variation. Assignable cause of variation chance cause of variation തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അനോവ എന്ന് പറയുന്നത്. ആൻഡ് ദ വേരിയേഷൻ ഡ്യൂ ടു ഈച്ച് ഓഫ് ദി അസൈനബിൾ കോസസ് ആസ് കമ്പയർഡ് ബൈ വൺ. അപ്പോൾ ഇതിൻ്റെ ഓരോ വേരിയേഷൻസും ഇതിൻ്റെ വേരിയേഷൻസും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അനോവ എന്നാണ് R.A. ഫിഷർ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ അനോവയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എന്താ പറയുക, ഓരോ കോഴ്സും ഉണ്ട്, അതായത് അസൈനബിൾ കോഴ്സും ചാൻസ് കോഴ്സും കൊണ്ട് ഉണ്ടാകുന്നത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അനോവയ്ക്കകത്ത്. സോ നമ്മളൊരു പ്രൊസീജിയർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ന്യൂമറിക്കൽ സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്ഷൻ, ഒരു ഫാക്ടറിക്കകത്തോ നടക്കുന്ന പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ഡാറ്റ എടുക്കുകയാണ്. അപ്പോൾ അസൈനബിൾ കോഴ്സും ചാൻസ് കോഴ്സും എന്താണെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു പ്രൊഡക്ഷൻ എടുക്കുകയാണ്, ഒരു ഫാക്ടറിക്കകത്തുള്ള പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു മെഷീൻ്റെ വർക്കിംഗ് പ്രോപ്പർ അല്ല എന്ന് വിചാരിക്കുക. അപ്പം അത് വരുന്നത് ഈ അസൈനബിൾ കോഴ്സിലാണ്. അതായത് അസൈനബിൾ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനും അത് ക്യൂർ ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും വേണ്ടി പറ്റും. ഫൈൻഡ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അസൈനബിൾ കോഴ്സ്. അപ്പോൾ ഒരു മെഷീൻ വർക്കിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ മെഷീനെ ട്രീറ്റ് ചെയ്യണം, അതായത് ആ മെഷീനെ ശരിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, പുതിയൊരു മെഷീൻ വാങ്ങാം. അപ്പം അങ്ങനെ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചാൻസ് കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻസിനെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചാൻസ് കോഴ്സ് എന്ന് പറയുന്നത്. ചാൻസ് കോഴ്സിൽ ഇത് വരുന്നത് ഫ്ലഡ്, റെയിൻ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് ചാൻസ് കോഴ്സ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷനെ ഫ്ലഡോ അല്ലെങ്കിൽ റെയിനോ നല്ല മഴ വരുന്ന സമയത്ത് അതോ എന്തെങ്കിലും ഒന്ന് ആ ഒരു പ്രൊഡക്ഷനെ എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഹ്യൂമൻസിനെ കൊണ്ട് ഫുള്ളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ്. പിന്നെ ചാൻസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ചില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കോഴ്സുകളെ നമുക്ക് ചാൻസ് കോഴ്സ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ വരുന്നത് ചാൻസ് കോഴ്സിലാണ്. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതും അതേപോലെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള
കോഴ്സസ് വരുന്നത് അസൈനബിൾ കോഴ്സിലാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഇതെടുക്കുന്ന സമയത്ത് ടോട്ടൽ വാരിയേഷൻ അതിനകത്ത് വരുന്ന മൊത്തത്തിൽ വരുന്ന വാരിയേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് അസൈനബിൾ കോഴ്സ് കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ പ്ലസ് ചാൻസ് കോഴ്സ് കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ ആയിരിക്കും. ഈ രണ്ട് വേരിയേഷൻ്റെ ടോട്ടലാണ് മൊത്തത്തിൽ വരുന്ന വാരിയേഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ നമ്മൾ എടുക്കുന്ന സമയത്ത്. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അനോവ എന്നാണ് ആർ.എ. ഫിഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് അതിൻ്റെ ബേസിക്കായിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനായിട്ട് അനോവയെ കുറിച്ച് പറയാനുള്ളത്. അനോവ എന്താണെന്ന് ക്ലിയറായി വിചാരിക്കുന്നു. മോർ ദാൻ 2 മീൻസ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അനോവ. അനോവ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വാരിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് H0 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഹൈപ്പോതെസിസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് ഇതാണ്. H0 μ1 3 മീൻസ് വരുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. μ2 = μ3 ഇതാണ് നൾ ഹൈപ്പോതെസിസ് വരിക. അതേസമയം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് നമ്മളെടുക്കുക there is at least one mean is different. There is at least one mean is different എന്നുള്ളതാണ് നമ്മൾ എന്തെടുക്കുക ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുക. കാരണം നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ എഴുതാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ H1 എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ നമുക്ക് വരും. അപ്പോൾ അതിൽ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ചിലപ്പോൾ μ1 = μ2 ആയിരിക്കാം, ബട്ട് നോട്ട് ഈക്വൽ ടു μ3 ആയിരിക്കാം. അതല്ലെങ്കിൽ μ1 not equal to μ2 not equal to μ3 ആയിരിക്കാം. ഓർ μ1 = μ3 not equal to μ2 ആയിരിക്കാം. ആൻഡ് ഇങ്ങനെ വരാം μ2 = μ3 ബട്ട് നോട്ട് ഈക്വൽ ടു μ1. അപ്പോൾ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മളതിന് ജനറലായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ H1 എന്ന് പറയുന്നത് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ മീൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ എന്നുള്ളതാണ് നമ്മൾ H1 നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ആയിട്ട് എടുക്കുന്നത്. ദറ്റ് ഈസ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ മീൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് എന്നുള്ളതാണ് നമ്മൾ H1 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ അനോവ ടെസ്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് അനോവ ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആർ.എ. ഫിഷറാണ്. ആൻഡ് പിന്നെന്താ അനോവ ടെസ്റ്റിൽ നമുക്ക് വരുന്ന H0 ആൻഡ് H1 അതെന്തൊക്കെയാണെന്നാണ് അത്രയും നേരം പറഞ്ഞത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട്, അതായത് അനോവ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ടുള്ള അതാണ്